തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കരിവീരൻ ജയരാജന് തീറ്റിയെടുക്കാൻ തടസ്സമായിരുന്ന കൊമ്പുകൾ മുറിച്ചുമാറ്റി. വനം വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു കൊമ്പുകൾ മുറിച്ചുമാറ്റിയത്. കഴിഞ്ഞ ജനുവരിയിൽ ആനയുടെ കൊമ്പ് മുറിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വനംവകുപ്പും ഇക്കാര്യത്തിൽ ഗൌരവമായി നടപടിയെടുത്തില്ല. തീറ്റയെടുക്കാൻ പ്രയാസപ്പെട്ട ആനയുടെ ബുദ്ധിമുട്ട് മൃഗസ്നേഹികൾ ബന്ധപ്പെട്ടവരെ നിരന്തരം അറിയിക്കുകയും ചെയ്തിരുന്നു. 2022 ഓഗസ്റ്റിലായിരുന്നു ആനയുടെ കൊമ്പ് അവസാനമായി മുറിച്ചത്. കൊമ്പ് വളർന്ന് തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്താൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ആന. ഒടുവിൽ വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെട്ടു. തീറ്റയെടുക്കാൻ കഴിയാത്ത ആനയുടെ അവസ്ഥ വാർത്തയായതിനു പിന്നാലെയായിരുന്നു നടപടി. വനംവകുപ്പ് സോഷ്യൽ ഫോറസ്റ്റ് റാന്നി റേഞ്ച് ഓഫീസർ VS ഷുഹൈബിന്റെ മേൽനോട്ടത്തിലായിരുന്നു ആനക്കൊമ്പ് മുറിച്ചത്. ഇരു കൊമ്പുകളും 15 സെന്റിമീറ്റർ മുറിച്ച് പാകപ്പെടുത്തി. ഇത് 2022 നമ്മളൊന്ന് മുറിച്ച് ക്രമപ്പെടുത്തിയതായിരുന്നു. അപ്പോൾ വീണ്ടും ക്രമാതീതമായിട്ട് വളർന്ന് 4 വർഷം കൊണ്ട് അത് വീണ്ടും അതിന് ആഹാരം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നത്. നമുക്കിതിൻ്റെ അപേക്ഷ ഏകദേശം ഒരു ജൂൺ മാസം ആദ്യവരോട് നമുക്ക് കിട്ടിയായിരുന്നു. ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡോക്ടറുടെ ആവശ്യം ഇതിലുള്ളത്. അപ്പം കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ബാക്കിയുള്ള ടസ്ക് ട്രിമ്മിങ് അവർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചതോടെയായിരുന്നു കൊമ്പ് മുറിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടിക്രമങ്ങൾ. ആന മദപ്പാടിന്റെ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയിട്ടുണ്ട്. വെറ്ററിനറി സർജൻ ഡോക്ടർ ജെയ്സ് ആനയെ പരിശോധിച്ചു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.